പറയുന്നത്. നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. കാര്യം വെച്ചാൽ ഒരു പരിമിതമായ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വളരെയധികം മികച്ച രീതിയിലൊരു ഫിലിമായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. നമ്മുടെ സമീപകാലങ്ങളിലായിട്ട് നടന്നു വരുന്ന സ്വർണ്ണക്കടത്തുമായിട്ടുള്ള നല്ലൊരു ആശയം തീം ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മുടെ കൂട്ടുകാർ ഈ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായത്. എന്തായാലും ആദ്യമായിട്ടുള്ളതല്ലേ, സൂപ്പർ അടിപൊളി, വളരെയധികം നന്നായിട്ടാണ് എല്ലാവരും ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടാം ഭാഗം ഇനി വരുമ്പോൾ എന്തായാലും ഇതിന് നന്നായിട്ട് ഉഷാറായിട്ട് തന്നെ വരാൻ എല്ലാവിധ ആശംസകളും. പിന്നീട് പ്രവർത്തിച്ച എല്ലാ അണിയറ പ്രവർത്തകർക്കും ബിഗ് സല്യൂട്ട്. നല്ല ജോലിയിൽ നിന്നിട്ട് ഇത്രയും നല്ലൊരു വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അത് കാണുമ്പോഴത്തേക്കും എനിക്ക് നല്ല സന്തോഷമുണ്ട്. നമ്മുടെ ഷാഹിദ് പുത്തനത്താണിയുടെയും അതേപോലെ മുബാറക്കിൻ്റെയൊക്കെ ഒരുപാട് എഫേർട്ട് കാണുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. നല്ല അടിപൊളി ഒരു വർക്കാണ്. സൂപ്പർ, നല്ല കേച്ച് പിടിച്ച ഒരാൾ. അയ്യോ, സ്വർണ്ണവേട്ട നല്ലൊരു ടെലിഫിലിമാണ്. അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ സംഭവങ്ങളും എല്ലാം ഉഷാറായി. കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. സ്വർണ്ണവേട്ട എന്ന ടെലിഫിലിം കണ്ടു, കൊള്ളാം, സൂപ്പറാണ് സംഭവം ഉഷാറായിരിക്കണം. ഇനി ഇതിലൂടെ നിങ്ങൾ വളർന്ന് മലയാള സിനിമയിൽ തന്നെ കയറട്ടെ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അവർ ചെയ്ത 100% ഡെഡിക്കേറ്റ് ആയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. ഖത്തറിലെ ഒരു കൂട്ടം ഹൗസ് ഡ്രൈവർമാർ ചേർന്ന് അണിയിച്ചൊരുക്കിയ ഒരു ചെറിയ ചിത്രമാണ് സ്വർണ്ണവേട്ട എന്ന് പറയുന്ന ചിത്രം. അത് നമ്മൾ പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനത്തിൽ പെട്ടെന്ന് ചെയ്ത ഒരു വർക്കാണ്. അപ്പൊ അതിന്റേതായിട്ടുള്ള കുറെ പോരായ്മകളുണ്ട്. ഹൗസ് ഡ്രൈവർമാർ ആയതുകൊണ്ട് തന്നെ അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഷാഹിദ് പറയും. ഇവർക്ക് തുടങ്ങാൻ കാരണം മുബാറക്ക്, അസീസ് മുളങ്കാവ്, അൻവർ എഴുമ്പേട്ടയാണ്. തുടങ്ങി വെച്ച് പിന്നീട് നമ്മുടെ നാട്ടിലുള്ള ഫൈസൽ മട്ടാഞ്ചേരി, അലിൻ ജോസ് പെരേര, അഭിലാഷ് ആട്ടായം, ബാക്കിയുള്ള ടീം, നമ്മുടെ അൻവർ ഗുരുവായൂർ, ഷിയാബ് വെട്ടിക്കാട്ടിൽ, അവിടെ ഒരുപാട് ടീമുണ്ട്. ന്യൂസ് ഡയറക്ടർ നമുക്ക് ആദ്യം പറയേണ്ടത്. അതെ, ഈ ചിത്രത്തിലൂടെ നമ്മുടെ ആദ്യത്തെ അരങ്ങേറ്റമാണ്. മൂസ കളത്തിൽ അബ്ദുള്ള. ഈ ഒരു അവസരം ഇങ്ങനെ മൂസയെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂസ നമ്മുടെ ഈ ചിത്രത്തിൽ ആദ്യമായിട്ട് BGM ചെയ്ത് മ്യൂസിക് ഡയറക്ടറായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ഈ കൊച്ചു ചിത്രത്തിലൂടെ. ഇനി അങ്ങോട്ട് വളർന്നു വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതുപോലെ ഇതിലെ ക്യാമറാമാന് ഞാൻ മാത്രമല്ല, ഷമീർ, വടക്കമ്പാട്, നവാസ്, അവരൊക്കെ ഇതിൽ ക്യാമറ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്വർണ്ണവേട്ട എന്ന ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോ ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മളെ പ്രത്യേകം സ്വീകരിച്ചെത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദി. എന്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിമാണ്, അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് പിന്നെ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ജയിപ്പിക്കണം. അപ്പൊ നമ്മുടെ റിലീസിനോട് അനുബന്ധിച്ചുള്ള കേക്ക് കട്ടിങ് ഒരു ചെറിയൊരു സെലിബ്രേഷൻ ആണ് നമ്മളിവിടെ നടത്തപ്പെടാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ വ്യക്തികൾക്കും നമ്മുടെ മാസ് പ്രൊഡക്ഷന്റെ പേരില് നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ചെറിയ പരിപാടിയിലേക്ക് ട്രെയിലറാ അല്ലല്ലോ, അതല്ലേ? മാസ് പ്രൊഡക്ഷൻ.
ഫുഡ് അൻവർക്ക ഇരുന്നോളി ഗോപാലേട്ടാ ഇരിക്കും ഫുഡ് നൈസാമോടെ മൂബി ഇരിക്കടാ അല്ല ഇരുന്നിരിക്കണം ഇരി ബൈ വെള്ളം എടുക്കാം വായ ഇരിക്കി നിങ്ങൾ ഇരിക്കേ ഗോപാലേട്ടാ ഇരിക്കേ അല്ല നിങ്ങൾ എല്ലാവരും ഇരുന്നാലും നമുക്ക് ഫില്ലാക്കാം ഷാനു ഇരുന്നോ നിങ്ങൾ ഇരുന്നോ